സ്വാഭാവികമാണ്. ദൽദോ പറഞ്ഞതുപോലെ അങ്ങനെ ചിത്രം പകർത്തുന്നതും ഒക്കെ അതിനൊക്കെയുള്ളൊരു ഒരു ആ സമയത്ത് തോന്നുക എന്നുള്ളതാണ്. അത് തോന്നിയില്ല അദ്ദേഹത്തിന്, പക്ഷെ പറഞ്ഞിട്ടുണ്ട് കുട്ടിയെ കണ്ടു ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാകും. ഇനിയും വാഹനത്തിൽ കയറിയുള്ളൊരു യാത്ര നമുക്ക് പ്രതീക്ഷിക്കേണ്ടതാണ്. ആ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണല്ലേ തോന്നുന്നത്. കാരണം പൈസ കയ്യിൽ കാശില്ല എന്നുള്ളത് സംശയമാണ്. അതെ. അപ്പൊ എന്താണെങ്കിലും കുട്ടി കന്യാകുമാരിയിലുണ്ട്. നമ്മൾ എന്താണെങ്കിലും ഇനി കാത്തിരിക്കുന്നത് ആ കുഞ്ഞിനെ കേരള പോലീസ് സംഘം കണ്ടെത്തി ആ മാതാപിതാക്കളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന ആ ഒരു ദൃശ്യമാണ്. അത്രയും സന്തോഷകരമായിട്ടുള്ള ദൃശ്യം അതിന് തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്താണെങ്കിലും കുഞ്ഞിന്റെ അടുത്തേക്ക് വളരെ തൊട്ടടുത്തേക്ക് പോലീസ് സംഘം ഉണ്ട്. കുഞ്ഞിനെ നമുക്ക് ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയും. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും ഇപ്പോഴും തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ ചിത്രം ഉള്ളത് കൊണ്ട് തന്നെ അത് കൂടുതൽ എളുപ്പമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതേ വസ്ത്രത്തിൽ ഇതേ രീതിയിൽ തന്നെയാണ് കുട്ടി അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് വളരെ എന്തായാലും ബബിതയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കണം. എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ബബിതയുടെ ആ ഫോട്ടോ ആണ് ഏറ്റവും ലീഡായത്. അത് എങ്ങോട്ടാണ് കുട്ടി പോയത് എന്നുള്ളത്. MG മിഥുൻ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, ഈ പോലീസ് അങ്ങനെ കുഞ്ഞിന്റെ തൊട്ടടുത്തേക്ക് എത്തി എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് നമ്മളിപ്പോൾ പങ്കുവയ്ക്കുന്നത്. അതായത് പക്ഷേ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും കന്യാകുമാരി എന്നുള്ള സ്ഥലത്തുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നു. അവിടെ വ്യാപകമായി തെരച്ചിൽ നടക്കുന്നു. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കുട്ടിയെ കണ്ടു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിലേക്ക് അടുത്തെത്തില്ലേ? അന്വേഷണം എവിടെ വരെ എത്തി? തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കാം. കാരണം പോലീസ് തൊട്ടടുത്ത് തന്നെ കുട്ടിയുടെ അരികിലേക്ക് എത്തും, അല്പസമയത്തിനകം തന്നെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. ഇപ്പോൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച ഇവിടെ നിന്ന് എത്തിയ അന്വേഷണ സംഘം പരിശോധന നടത്തുകയാണ്. ഒപ്പം തന്നെ നേരത്തെ RPFന്റെ നേതൃത്വത്തിൽ, റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ ആ ട്രെയിനിൽ കുട്ടി എത്തി എന്ന് പറയുന്ന വന്നിട്ടുള്ള സ്ഥിരീകരണം നടത്തിയ ആ ട്രെയിനിൽ അവിടുത്തെ കോച്ചുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ആ ട്രെയിനിൽ നിന്ന് കുട്ടിയെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തില്ല. തുടർന്നാണ് പുറത്തേക്കുള്ള പരിശോധന വ്യാപിക്കുകയും ചെയ്തത്. അവിടെ നിന്നാണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഈ കുട്ടിയെ കണ്ടു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. അത് വളരെ നിർണായകമായി എന്നുള്ളത് തന്നെയാണ്. അവർ ഈ കുട്ടി പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് വരുന്നത് കണ്ടു. പക്ഷെ സംശയം തോന്നിയെങ്കിൽ പോലും തന്നെ ആ സമയത്ത് കുട്ടിയുമായി സംസാരിച്ചില്ല എന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ അല്പസമയത്തിന് മുമ്പ് വ്യക്തമാക്കുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ ഈ ട്രാക്കിന് സമീപങ്ങളിലും ഒപ്പം തന്നെ ഈ കന്യാകുമാരി മേഖലയിലെ നിരവധി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നു. അത് നോക്കിക്കൊണ്ട് അത്തരത്തിൽ ആ ദൃശ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ കുട്ടി പോകുന്നത് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പോലീസ് സംഘം തിരയുകയും ചെയ്യുന്നത്. ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും കന്യാകുമാരിയിൽ തന്നെ കുട്ടി ഇറങ്ങി എന്നുള്ളൊരു സ്ഥിരീകരണം ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായി തന്നെ പുറത്തു വരികയും ചെയ്യുന്നു. കൂടാതെ സമീപത്തുള്ള ആളുകളിൽ നിന്ന് കൂടി ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൽദോ, അതാണ് എൽദോ ഏറ്റവും ആശ്വാസകരം. അവിടെ കുട്ടിയുണ്ട്, കന്യാകുമാരിയിൽ കുട്ടിയുണ്ട് എന്നുള്ളതാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങിയിരുന്നെങ്കിൽ വീണ്ടും അന്വേഷണം ബുദ്ധിമുട്ടിലായേനെ. കാരണം കുട്ടി എങ്ങോട്ടേക്ക് പോയി എന്നുള്ളത് അന്വേഷിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ കന്യാകുമാരിയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ കേരള പോലീസ് അവിടെയുണ്ട്. തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായം എടുത്തുകൊണ്ട് എന്തായാലും തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ പരിസര പ്രദേശത്ത് തന്നെ കുട്ടി ഉണ്ടാകാനാണ് സാധ്യതയെന്നാണ് പോലീസും കരുതുന്നത്. കാരണം കുട്ടിയുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ കൂടുതൽ കാശ് എവിടെയെങ്കിലും പോകാനോ ഏതെങ്കിലും വാഹനം ആശ്രയിക്കാനോ ഒന്നും സാധ്യതയില്ല എന്ന രീതിയിൽ അവിടെയുള്ള ആളുകളുമായി, അവിടെയുള്ള കടക്കാരുമായും ഒക്കെ സംസാരിക്കുകയായിരിക്കും. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കേരള പോലീസ് ഉള്ളത്. പോലീസിന്റെ പ്രതികരണം കാണാം. ഇല്ല അവര് നോക്കുന്നുണ്ടെന്ന് പറയുന്നു. കന്യാകുമാരിയിൽ എത്തിയതായിട്ട് കൺഫർമേഷൻ ആയി കുട്ടി. അതെ, ഇവിടെ കണ്ടു എന്ന് പറയുന്നു. ആര് കണ്ടത്? അവര് കണ്ടു എന്ന് പറയുന്നു, ഓട്ടോറിക്ഷക്കാർ കണ്ടു എന്ന് പറയുന്നു. മറ്റൊരിടത്ത് ഇറങ്ങിയിട്ടില്ല? ഇല്ല, നോക്കിയില്ല. ഞാൻ ഇവിടെ നോക്കിയതിനു ശേഷം ബാക്കി CCTV നോക്കാം. പോലീസ് പറയുന്നുണ്ട് അവര് കണ്ടതായിട്ടാണോ പറയുന്നത്? അവര് കണ്ടായിട്ട് പറയുന്നില്ല, കണ്ടായിട്ട് പറയുന്നു. അങ്ങനെ ജസ്റ്റ് ഒരു വേഗ ഐഡിയ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ. പോലീസിന്റെ പ്രതികരണമാണ് കണ്ടത്. അശ്വതി, ഇതിൽ ഏറ്റവും പ്രധാനം ഈ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കന്യാകുമാരിക്കിടയിൽ 5 സ്റ്റേഷനുണ്ട്. നെയ്യാറ്റിൻകര, പാറശാല, കുളിത്തുറൈ, റനിയൽ, നാഗർകോവിൽ, കന്യാകുമാരി. അപ്പോൾ ഈ വ്യക്തമായ സ്ഥലത്തെ പറ്റി ഒന്നും ബോധ്യമില്ലാത്ത ഒരു കുഞ്ഞാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും ആ ട്രെയിൻ നിന്ന അവിടെ ഒന്നെങ്കിൽ അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കന്യാകുമാരി എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകാം. അങ്ങനെയും ആകാം. അപ്പൊ എന്തായാലും എൽദോ പറഞ്ഞതിനാണ് ചാൻസ് കൂടുതൽ. കാരണം എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഒരുപാട് ഇങ്ങനെ വിഷമിച്ച് ചിന്തകളൊക്കെ ആയിട്ടിരിക്കുന്ന കുട്ടിയായിരിക്കും. ഈ ട്രെയിൻ എവിടെ പോകുന്ന നിർത്തുന്നു അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നതായിരിക്കും. അവിടെ നിർത്തി അവിടെ ഇറങ്ങി. അതെ, ഒരു പക്ഷേ ഇപ്പൊ ആ കുഞ്ഞ് എന്തെങ്കിലും ഇന്നലെയൊക്കെ തൊട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോന്നൊക്കെ ഉള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടാവും. പാവം അതിന്റെ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ. എന്തായാലും സമാധാനമായിട്ടിരിക്കുക. കുഞ്ഞിനെ തിരികെ കണ്ടെത്താൻ കഴിയട്ടെ. ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ അതിലേക്ക് എത്തുകയും ചെയ്യും. മിഥുൻ തുടരുന്നുണ്ട് നമ്മോടൊപ്പം. മിഥുൻ,
ഈ കുഞ്ഞിനെ കന്യാകുമാരിയിൽ കണ്ടു എന്നൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു, കൂടുതൽ സന്തോഷം നൽകുന്നു. എന്നാലും MLA പറഞ്ഞല്ലോ, ആദ്യം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ആ കുടുംബത്തിന്റെ സാഹചര്യം സേഫ് ആണ്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, കുഞ്ഞ് കന്യാകുമാരിയിലുണ്ട്, പോലീസ് ഉടൻ തന്നെ അവിടേക്ക് എത്തുമെന്നും നമ്മൾ കരുതുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, നമ്മൾ മലയാളികൾ അത് ഒരു കുഞ്ഞിനെ കാണാതാകുമ്പോൾ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കുടുംബത്തെയും, അതിപ്പോൾ ഇതര സംസ്ഥാനക്കാരായിക്കോട്ടെ, നമ്മുടെ കേരളത്തിലുള്ള ഒരാളായിക്കോട്ടെ, അത് അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ തന്നെ നമ്മളിങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ വല്ലാത്തൊരു മാതൃകയാണ്. അപ്പൊ എന്താണെങ്കിലും ഈ കുഞ്ഞിന്റെ അരികിലേക്ക് എത്തി എന്ന് പറയുന്നു. ഈ കന്യാകുമാരിയിൽ നിന്നുള്ള സംഘത്തിന്റെ എന്തെങ്കിലും വിവരം, അന്വേഷണ സംഘത്തിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ നൽകുന്നുണ്ടോ പോലീസ്? എൽദോ, അല്പസമയത്തിന് മുമ്പ് ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥൻ പ്രധാനമായും നമ്മോട് വ്യക്തമാക്കിയ കാര്യം, അതായത് ഇപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പരിസരം കേന്ദ്രീകരിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ നോക്കിയാണ് പരിശോധിക്കുന്നത്. കൂടാതെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇത് സ്ഥിരീകരണം നടത്തി. ഈ കുട്ടി തന്നെയാണ് പുലർച്ചെ 4 മണിയോടുകൂടി ഇവിടെ വന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നത് തങ്ങൾ കാണുകയും ചെയ്തു. ആ സമയത്ത് സംശയം തോന്നിയിരുന്നു, പക്ഷേ സംസാരിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഓട്ടോ ഡ്രൈവർമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഇപ്പോൾ ഏകദേശം 7:40 കൂടിയാവുന്നു. അങ്ങനെ 3 മണിക്കൂറിലധികമായി കന്യാകുമാരിയിൽ കുട്ടി എത്തിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം വരുന്നു. അങ്ങനെയെങ്കിൽ കുട്ടിയുടെ കയ്യിൽ ആകെ 50 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. 50 രൂപ ഉണ്ടായിരുന്ന ഒരു പേഴ്സ് നഷ്ടമായിട്ടുണ്ട് എന്ന് കുടുംബാംഗങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ വളരെ കുറച്ച് തുക മാത്രമേ കുട്ടിയുടെ കയ്യിലുള്ളൂ. ട്രെയിനിലേക്ക് യാത്ര ചെയ്ത് കന്യാകുമാരി വരെ എത്തിയാണ്. അതുകൊണ്ട് തന്നെ നടന്ന് ഏറെ ദൂരം കുട്ടിക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും കുട്ടി ഉണ്ടാകാം. സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ ഒക്കെ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. തമിഴ്നാട് പോലീസുമായി കേരള പോലീസ് ഇപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെയും കൃത്യമായ രീതിയിൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. RPF-ന് കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. RPF നേരത്തെ തന്നെ ഈ കുട്ടി കുട്ടി യാത്ര ചെയ്ത ആ ഒരു ട്രെയിൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. പൂർണ്ണമായും ആ ട്രെയിനിലുണ്ടായിരുന്ന കോച്ചുകളും പൂർണ്ണമായും ഈ RPF പരിശോധന നടത്തിയിരുന്നു. കാരണം വീണ്ടും തിരികെ ഏതെങ്കിലും തരത്തിൽ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം വീണ്ടും കുട്ടി ട്രെയിനകത്തേക്ക്, അതായത് റെയിൽവേ സ്റ്റേഷനകത്തേക്ക് പ്രവേശിച്ച് ഈ ട്രെയിനിലേക്ക് വീണ്ടും കയറിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള പരിശോധന നടത്തുകയും ചെയ്തത്. എന്തായാലും കുട്ടി ആ ട്രെയിനിൽ ഇല്ല എന്ന് ഒടുവിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രാക്ക് കേന്ദ്രീകരിച്ച് റെയിൽവേ സ്റ്റേഷന്റെ പരിസരം കേന്ദ്രീകരിച്ച ആ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. എന്തായാലും 4 മണിക്കൂറിയാണ് കുട്ടി അവിടെ എത്തിയത്. ഏകദേശം 22 മണിക്കൂറോളം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ കുട്ടിയെ കാണാതായിട്ട്, ഈ ഒരു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 13 വയസ്സുകാരിയെ കാണാതായിട്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോട് കൂടിയാണ് കുട്ടിയെ കാണാതാകുന്നത്. ആ സമയത്ത് ഈ മാതാപിതാക്കൾ വീട്ടിലായിരുന്നു. അനിയത്തിയുമായി വഴക്കിട്ടതിനെ തുടർന്ന് അതിൽ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞു. ഇതിൽ വിഷമം കൊണ്ടാണ് കുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കാണ്, അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് സംഘം എത്തുന്നത്. എന്തായാലും തുടർന്ന് വലിയ രീതിയിലുള്ള വ്യാപകമായ തെരച്ചിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം DCP ഉൾപ്പെടെയുള്ളവർ അവിടെ നേരിട്ടെത്തി കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൃത്യമായി അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ട ഭാഗത്തേക്ക് ഏതെങ്കിലും തരത്തിൽ കുട്ടി ഉണ്ടോ? കാരണം നമുക്കറിയാം കഴിഞ്ഞ 6 മാസ കാലയളവിൽ ആയിട്ടേ ഉള്ളൂ ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കുട്ടിയെ കാണാതാവുകയും പിന്നീട് വലിയ തിരച്ചിൽ നടത്തി ആ കുട്ടിയെ കണ്ടെത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശങ്ങളിൽ നിന്ന് വിട്ടുപോകില്ല എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് ആദ്യം പോലീസ് എത്തിയെങ്കിൽ പോലും തന്നെ പിന്നീടാണ് നിർണായകമായ ആ ബബിത എന്ന വിദ്യാർത്ഥിനി ട്രെയിനിൽ കുട്ടി കരയുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടതിനെ തുടർന്ന് സംശയം തോന്നിയതിനെ തുടർന്ന് ആ ഫോട്ടോ എടുക്കുന്നു. അത്തരത്തിൽ ആ ഒരു നിർണായകമായ വിവരം പോലീസിന് കൈമാറുകയും ചെയ്തു. അങ്ങനെയാണ് കുട്ടി കന്യാകുമാരിയിലേക്ക് പോയതാകാം എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നത്. തുടർന്ന് സമീപത്തേക്ക്, അതായത് ഈ നെയ്യാറ്റിൻകര വരെയായിരുന്നു ബബിത സഞ്ചരിച്ചിരുന്നത്. അതിനുശേഷം പാറശാല വരെ കുട്ടി എത്തിയെന്നുള്ള സ്ഥിരീകരണം ആദ്യം എത്തുന്നു. അതിനുശേഷം കന്യാകുമാരിയിലേക്ക് 5 സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു. ഈ 5 സ്റ്റേഷനുകളും കൃത്യമായ പരിശോധന നടത്തിയതിനു ശേഷമാണ് അന്വേഷണ സംഘം ഒടുവിൽ കന്യാകുമാരിയിൽ എത്തുന്നത്. അവിടെ ഓട്ടോ ഡ്രൈവർമാരെയും ഒപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ പോലീസ് കൃത്യമായി ദൃശ്യങ്ങൾ കാണിച്ച്, കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ഈ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അത് ഒടുവിൽ വിജയം കാണുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഓട്ടോ ഡ്രൈവർമാർ കുട്ടി 4 മണിയോടുകൂടി ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ടുള്ള സ്ഥിരീകരണം വരുന്നു. അങ്ങനെ അല്പസമയത്തിനകം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എൽദോ ഈ കുട്ടിയുടെ ഈ 13 വയസ്സുകാരിയുടെ അടുത്തേക്ക് നമ്മുടെ അന്വേഷണ സംഘത്തിന് എത്താൻ സാധിക്കും. കഴക്കൂട്ടത്തു നിന്നുള്ള 5 അംഗ സംഘത്തിന് എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്.